ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, പാക്സ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ത്രസ് കാന്തോസ് നോമ്പ് വിചാരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലെ വചനഭാഗത്തിൻ്റെ 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗത്ത് യേശു തൻ്റെ വ്യക്തിത്വവും ദൈവികതയും പ്രധാനമായും വെളിപ്പെടുത്തുന്നത് മറ്റുള്ളവരുമായുള്ള സംവാദത്തിലൂടെയും സംഭാഷണത്തിലൂടെയുമാണ്. ഇന്നത്തെ തിരുവചനത്തിൻ്റെ പശ്ചാത്തലവും യേശുവും നിക്കോദേമോസും തമ്മിലുള്ള സംഭാഷണമാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് തിരുവചന ഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രമേയമായി നാം ഇന്ന് ധ്യാനിക്കേണ്ടതാണ്. അതായത്, മരുഭൂമിയിൽ സർപ്പദംശനമേറ്റ് വീണ ഇസ്രായേൽ ജനം മോശ ഉയർത്തിയ പിത്തള സർപ്പത്തിൻ്റെ ദർശനം വഴി രക്ഷിക്കപ്പെടുകയാണ്, രക്ഷ പ്രാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിൽ വിശ്വസിക്കുക വഴി മനുഷ്യർക്ക് നിത്യജീവൻ കരസ്ഥമാക്കുവാനും കരഗതമാക്കുവാനും സാധിക്കുമെന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ആദ്യമായി ലോകത്തിന് നൽകിയ സമ്മാനമാണ് വെളിച്ചം എന്ന് പറയുന്നത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് അന്ധന് വെളിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് ഈ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുകയും അതിന് ഉറപ്പ് നൽകുകയും ചെയ്യുകയാണ്. ഒപ്പം ആത്മീയ അന്ധത അനുഭവിക്കുന്നവർക്ക് അവൻ ജീവൻ്റെ പ്രകാശമായി മാറും എന്ന് യേശു നമ്മെ അറിയിക്കുന്നു. രോഗവും മറ്റു ദുരന്തങ്ങളും പാപത്തിലുള്ള ശിക്ഷയാണെന്ന് സാധാരണ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്കാണ് തൻ്റെ സത്യം യേശു വെളിപ്പെടുത്തുന്നത്. നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അങ്ങനെ പ്രകാശിക്കണമെങ്കിൽ യഥാർത്ഥ പ്രകാശമായ യേശുവിനെ നാം പ്രകാശമായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം. മറ്റുള്ളവർക്ക് നാം വെളിച്ചമായി മാറേണ്ടവരാണ്. അതുകൊണ്ടാണ് യേശു പറയുക, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് എന്ന്. പ്രിയമുള്ളവരെ, ഈ കണ്ണാണ് നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കേണ്ടതും. തൻ്റെ ഏകജാതനെ നൽകിയാണ് ദൈവം മാനവരക്ഷ സാധ്യമാക്കിയത്. അതിനുവേണ്ടി, ഇത്രയും വലിയൊരു രക്ഷ സാധ്യമാക്കുന്നതിന് വേണ്ടി ദൈവം ഏറ്റവും വലിയ തൻ്റെ ദൈവപുത്രനെ സമ്മാനമായി ലോകത്തിന് നൽകുകയായിരുന്നു. നിന്റെ പ്രവൃത്തികൾക്കായി നീ കൊടുക്കുമ്പോഴൊക്കെ അത് ദൈവത്തിനുള്ളതായി മാറണം. നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിനുള്ളതായി മാറണമെങ്കിൽ നാം പ്രകാശിക്കുന്നവരായി മാറണം. ആ പ്രകാശം മറ്റുള്ളവർക്ക് ദൈവത്തിലേക്കുള്ള വഴിയായി മാറണം. ആ വഴിയാണ് അന്ധതയ്ക്ക് അത് മാറുന്നതിന് കാരണമാകുക. പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ ചിലപ്പോഴൊക്കെ നമ്മെ അന്ധരായി മാറ്റാറുണ്ട്. കണ്ണുണ്ടായിട്ടും കാണാത്തവനെ പോലെ നടക്കേണ്ടവരായി മാറാറുണ്ട് നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായി നാം അന്ധത മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവപുത്രനെ നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതും നമ്മുടെ അന്ധത മാറ്റുന്നതും. പ്രകാശത്തിൻ്റെ രാജാവായി അവിടുത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അന്ധത മാറും. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് ദൈവം നമുക്ക് നൽകിയ പ്രകാശത്തിൻ്റെ പുത്രനെ സ്വീകരിക്കുവാനും അതിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുവാനും നമ്മുടെ അന്ധത മാറ്റുവാനുമുള്ള നല്ലൊരു നോമ്പുകാലമാകട്ടെ ഈ നോമ്പുകാലം എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.